നിർമ്മല സീതാരാമൻ ഒരു വലിയ തീരുമാനമെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വമ്പൻ നീക്കമാണ് നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസ് ചമ്മി നാറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു നീക്കം നിർമ്മല സീതാരാമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചത് BJPക്കെതിരെ, BJPയാണ് ഇത്തരക്കാരെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി പോലും ചമ്മി നാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. വമ്പൻ നീക്കം തന്നെയാണ് നിർമ്മല സീതാരാമന്റെയും മോദി സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ആ നീക്കം? അതായത് ധന്യ പറഞ്ഞതുപോലെ ഇത് വളരെ കുറച്ചധികം ഡെപ്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ നരേന്ദ്രമോദിക്കും NDA സർക്കാരിനുമെതിരായിക്കൊണ്ട് നിരന്തരം കോൺഗ്രസും ഇവിടുത്തെ മാധ്യമങ്ങളും, കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇടത് ലെഫ്റ്റ് ലിബറലുകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ പറയുന്ന വിജയ് മല്യ ഉൾപ്പെടെയുള്ള വ്യവസായികളെ സഹായിക്കുന്നു, വ്യവസായികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവർ ഇവിടെ നിന്ന് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി വിദേശത്തേക്ക് മുങ്ങുന്നു, അങ്ങനെ വിദേശത്തേക്ക് മുങ്ങാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇവരാണ്. ഈ കോൺഗ്രസിന്റെ ഭരണകാലത്ത് എത്ര ആളുകൾ മുങ്ങി എന്നുള്ളതിന്റെ ഒരു കണക്കുമില്ല കേട്ടോ. കോൺഗ്രസിന്റെ കാലത്ത് 5000 കോടി രൂപ അതെ, ആ സമയത്താണ് എടുത്തത്. അതൊന്നും എവിടെയുമില്ല, അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ മതേതരത്വ കടമെടുക്കലാണ്. ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം വർഗീയമായിട്ടുള്ള നാടുവിടലാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ സഹായിക്കുകയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന നരേന്ദ്രമോദിക്കെതിരായി കൊണ്ട് പറയാൻ വേണ്ടി രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. 3 മോദിമാർ, അതായത് ഒരു മോദി അറസ്റ്റിലായി, ഇനി 2 മോദിമാർ കൂടി അറസ്റ്റിലാവാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. അതായത് നീരവ് മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരായിക്കൊണ്ടും ലളിത് മോദിക്കെതിരായിക്കൊണ്ടൊക്കെയായിരുന്നു നടത്തിയത്. നരേന്ദ്രമോദി ഉദ്ദേശിച്ച് 3ാമത് നരേന്ദ്രമോദി ജയിലിലാകും എന്ന രീതിയിലായിരുന്നു പ്രസ്താവന. പക്ഷേ മോദി എന്ന് പറയുന്ന ഒരു പേരല്ല, അതൊരു സമൂഹമായി, അതായത് നമ്മുടെ ഒരു ജാതി പേര് പോലെയൊക്കെയുള്ള ഒരു സംഗതിയാണെന്ന് അദ്ദേഹത്തോട് മറന്നുപോയി, എടുത്തിട്ട് അലക്കി രാഹുൽ ഗാന്ധിയെ ഈ മോദി സമൂഹം തീർത്ത്. അപ്പോൾ അതോടുകൂടി പുള്ളിക്ക് ഈ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഇപ്പോൾ വന്നിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് വിജയ് മല്യ ഈ രാജ്യത്ത് നിന്ന്, ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കടവും എടുത്ത് ആ കടം തിരിച്ചടയ്ക്കാതെ പലിശയുടെ മേൽ പലിശയായിട്ട് ഈ രാജ്യത്ത് നിന്ന് മുങ്ങി അവിടെ സുന്ദരികളായ ആളുകളോടൊപ്പം ബിയറടിച്ച് ഇവിടെ രാജ്യത്ത് നോക്കി വെല്ലുവിളിച്ചിരിക്കുമ്പോൾ ഇവിടുത്തെ എന്ത് ഭരണാധികാരിയാണ് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് ആ ഭരണാധികാരിക്ക് ആർജവമുണ്ട് എന്ന് തെളിയിക്കുന്ന തീരുമാനം തന്നെ കൃത്യമായി വന്നിരിക്കുന്നു. അതിൽ മുൻകൈ എടുത്തത് നിർമ്മല സീതാരാമൻ തന്നെയാണ്. അതിൽ ഒരു കാരണവശാലും, അതായത് ഈ സ്ത്രീകളുടെ പുരോഗമനമൊക്കെ പറയുന്ന, സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ കാണണം, ഒരു സ്ത്രീയെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരുത്തി അവരെടുപ്പിച്ച തീരുമാനമുണ്ട്. ആ തീരുമാനം, അതായത് അവരെ BJP വളർത്തിക്കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഒരു നിർണായക സ്ഥാനത്തിരുത്തി അവരെ കൊണ്ട് ഇത്ര വലിയൊരു നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിജയ് മല്യയുടെ സ്വത്തുക്കൾ എല്ലാം കണ്ടുകിട്ടിയിരിക്കുന്നു. ഇന്ത്യക്കകത്ത് വിജയ് മല്യയ്ക്ക് എത്ര സ്വത്തുണ്ടോ അത്രയും സ്വത്തുക്കൾ കംപ്ലീറ്റായി കണ്ടുകെട്ടി. വിജയ് മല്യ ആകെ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് എടുത്ത പണമെന്ന് പറയുന്നത് 6203 കോടി രൂപയാണ്. ആ പണത്തിൻ്റെ പലിശ 1200 കോടി രൂപ അടക്കം അദ്ദേഹം ഏകദേശം 7403 കോടി രൂപയ്ക്ക് അടുത്ത് അടയ്ക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ 7403 കോടി രൂപയ്ക്ക് അടുത്ത് അടയ്ക്കേണ്ട അദ്ദേഹത്തിൻ്റെ പണത്തെ അതിന് കേന്ദ്ര സർക്കാർ പിടിച്ചെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്വത്തും പിടിച്ച് ലേലം ചെയ്ത് കണ്ടുകെട്ടി ആ സ്വത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 14,131 കോടി രൂപയാണ്. അതായത് പലിശയടക്കം ചേർത്ത് ഈ ഇരട്ടി പൈസ തിരിച്ചു പിടിച്ചിരിക്കുന്നു. വിജയ് മല്യയ്ക്ക് ഇന്ത്യയിൽ സ്വത്തുക്കളില്ലാതായിരിക്കുന്നു. എന്ത് പറയാനുണ്ട് ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾക്ക്? എന്ത് പറയാനുണ്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക്? നിങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മുങ്ങിയ ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നോ? ഇനിയും പറയണം. മോദി അദാനിക്ക് വേണ്ടി ഭരിക്കുന്നു, മോദി മല്യയ്ക്ക് വേണ്ടി ഭരിക്കുന്നു, ഇവിടെ പാവപ്പെട്ട ആളുകൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിജയ് മല്യമാർ ബാങ്കുകളിൽ നിന്ന് പണം കടമെടുത്ത് നാട് വിടുകയാണ് എന്ന് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഇങ്ങനെ നടക്കണം. ഇത് വിപ്ലവകരമായ ഒരു തീരുമാനമാണ് എന്നാണ്. കാരണം മോദി ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിനെ ഒന്നും തന്നെ ഇത്തരം ആളുകൾക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും കോടി രൂപയുള്ള ഈ പറയുന്ന വിജയ് മല്യക്കെതിരെ എന്തിനാണ് എന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലേ?
അപ്പോൾ ആ തരത്തിൽ എന്താണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധന്യക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. നിർമ്മലാ സീതാരാമനെ പോലെ ഒരു ധനമന്ത്രി നമുക്ക് ഉണ്ടായത് തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഒരു സർക്കാരാണ് മോദി സർക്കാർ എന്നുള്ളതിന് ഏറ്റവും ധനമന്ത്രി പദമൊക്കെ ഒരു സ്ത്രീ അലങ്കരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ അതിൻ്റെ പദവിയിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് തന്നെ ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. അവിടെയാണ് ഈ വിജയ് മല്യ പോലെയുള്ളവർ ഇവിടെ നിന്ന് കോടികൾ കടമെടുത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോടികൾ കടമെടുത്ത് ഇവിടെ നിന്ന് മുങ്ങുന്നു. എന്നിട്ട് നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ അത് മുഴുവൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കോൺഗ്രസ് വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കുന്നു. വിജയ് മല്യയെ പിടിക്കാൻ, വിജയ് മല്യ ഇവിടെ നടിച്ചുകൊണ്ട് പോയ പണം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾ അയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഗവൺമെന്റ് ആണ്, ഇവിടെ പാവങ്ങളുടെ നികുതി പണം മുഴുവൻ അയാൾ പൊളിച്ച് തീർക്കുന്നു, എന്നിട്ട് അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് മോദി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള അപഹാസ്യമായ വാക്കുകൾ കോൺഗ്രസ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ശാന്തമായി നിന്ന് കേട്ടിട്ട് തിരിച്ചൊരു മറുപടി നൽകാതെ അതിന് കൃത്യമായ നിലപാട് അല്ലെങ്കിൽ കൃത്യമായ അംഗീകാരം അല്ലെങ്കിൽ എന്താ പറയുക, അതിന് കൃത്യമായ നടപടി എടുത്തിരിക്കുന്നു മോദി സർക്കാർ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 14,131 കോടി എന്ന് പറയുന്നത് ചില്ലറ തുകയൊന്നുമല്ല, അത് ഇരട്ടി ആയി നമ്മുടെ സർക്കാർ. വിജയ് മല്യ ചോദിക്കുന്നത് എൻ്റെ രാജ്യം എന്നോട് ഇങ്ങനെ കാണിക്കുന്നോ, എൻ്റെ രാജ്യത്തിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ, എന്നോട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ എങ്ങനെ തോന്നി എന്നാണ് ചോദിക്കുന്നത്. അത് വിജയ് മല്യയോട് പറയാനുള്ളത് ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ അല്ല, ഭരിക്കുന്നത് BJP NDA സർക്കാരാണ്. NDA സർക്കാർ ഭരിക്കുമ്പോൾ വിജയ് മല്യയുടെ കയ്യിൽ നിന്ന് ഇനിയും എത്ര, വിജയ് മല്യയുടെ കയ്യിൽ നിന്നല്ല, നീരജ് മോദി ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ നിന്ന് കോടികൾ അടിച്ച് വിദേശത്ത് പോയി സുഖലോലുപരായി ജീവിക്കുന്ന എല്ലാ വ്യവസായികൾക്കും ഇതൊരു താക്കീതാണ്, ഇതൊരു പാഠമാണ്. നിങ്ങളൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. മോദി സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ ഒരു രൂപ ജനങ്ങളുടെ പണം പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് 10,000 തിരിച്ചു പിടിക്കാൻ കഴിവുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് മുങ്ങുന്നതാവും കടമെടുക്കുന്നതാവും നല്ലത്. സകലമാന തോന്നിയാസങ്ങളും ചെയ്തതിന് ശേഷം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നതിനോട് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് മാത്രം വലിയ മനസ്സിലാക്കിയാൽ മതി. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ നീരവ് മോദിയുമായി ബന്ധപ്പെട്ട് നീരവ് മോദിക്കെതിരെ നീരവ് മോദി ഇവിടുന്ന് മുങ്ങിയ ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ കോടതിയിലാണെന്ന് തോന്നുന്നു ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ എത്രയൊക്കെ പണം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ കമ്മീഷൻ കോൺഗ്രസ് നേതാക്കൾ അടിച്ചിട്ടുണ്ട്, മാത്രമല്ല എന്നെ രാജ്യം വിടാൻ പ്രേരിപ്പിച്ചത് കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇതൊക്കെ കേട്ടിട്ട് എന്താണൊന്നും മിണ്ടാത്തത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ, വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ, ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾ ഇത് കാണില്ല, അവരുടെ കണ്ണിൽ ഇരുട്ടാണ്.